ടോട്ടലിൽ പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഇന്നലെ എൻ്റെ അച്ഛൻ്റെ പിറന്നാളായിരുന്നു. അപ്പം നമ്മൾ ചെറിയൊരു കേക്കെല്ലാം വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. ചെറുതായിട്ട് മീൻസ് ചെറുതായിട്ട് ഒന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ കേട്ട ഗാനമാധുരി വേറെ ആരതുമല്ല, എൻ്റെ അനിയൻ്റെതാണ്. നന്നായിട്ട് പാടും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും പരിപാടി അലങ്കോലാക്കണമെങ്കിൽ അതുവിനെ വിളിച്ചാൽ മതി, നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് തരും കേട്ടോ. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടല്ലേ. പിറന്നാളിനെ പറ്റിയിട്ടല്ലേ സംസാരിക്കണ്ടേ അല്ലേ. കേക്കെല്ലാം തന്നിട്ട് എല്ലാവരും 4 വഴിക്ക് പോയപ്പോൾ അന്ന് ഞാനൊരു കാര്യം ഓർമ്മിച്ച്, ഞാൻ അച്ഛനൊരു ഗിഫ്റ്റ് വാങ്ങിനായിരുന്നു. അതായത് ഒരു ഷർട്ട് വാങ്ങിനായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ആ ഷർട്ട് അച്ഛന് കൊടുത്തിട്ട് അന്നേരം തന്നെ ഇടാൻ പറഞ്ഞു. ഷർട്ടിൻ്റെ ടാഗ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കളിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഈ നിപ്പ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അച്ഛനും അമ്മയും അടിയൊന്നും കൂടലേയില്ല, ഭയങ്കര സ്നേഹമാണ്. പക്ഷേ സ്നേഹമാണെങ്കിൽ എക്സ്ട്രീം ലെവൽ ഓഫ് സ്നേഹവും, അടിയാണെങ്കിൽ എക്സ്ട്രീം ലെവൽ ഓഫ് അടിയുമായിരിക്കും ഇവരെ. അടി കൂടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനി ഇവരൊരിക്കലും മിണ്ടൂലെന്ന്. എന്നിട്ട് ഇവരിടയ്ക്ക് കയറി സംസാരിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്കാവും. ഇവരൊന്നാവും, നമ്മൾ പുറത്താവും. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു ഗവൺമെൻറ് ജോലി നേടാൻ വേണ്ടിയിട്ടായിരുന്നു. അച്ഛൻ അതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അച്ഛനത് നേടാനായിട്ടില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു എനിക്കൊരു PSC, എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്നുള്ള അഡ്വൈസ് മെമ്മോ വന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എനിക്കത് അച്ഛന് എന്നെ ആദ്യം കൊടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് വാങ്ങിയിട്ട് ആദ്യം അച്ഛനെ പണിസ്ഥലത്ത് പോയി കൂട്ടി വീട്ടിലേക്ക് വന്ന് അങ്ങനെ അച്ഛന് കൊടുത്തിട്ട് അച്ഛനത് വായിച്ച് നോക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒരു മോളെന്ന നിലയിൽ, അതായത് അച്ഛൻ്റെ മകളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണിത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനവും ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.